രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിയും എന്നതിൽ തീരുമാനമെടുക്കാൻ നിർണായക യോഗം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഉടൻ യോഗം ചേരും. യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. റായ്ബറേലി നിലനിർത്തുമെന്നും വയനാട് ഒഴിഞ്ഞേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, നിർണായക യോഗമാണ്, പ്രത്യേകിച്ചും കേരളത്തെ അല്ലെങ്കിൽ വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് നടക്കാൻ പോകുന്നത്. ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ വയനാട് ഒഴിഞ്ഞേക്കുമെന്ന ശക്തമായ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചർച്ച നടക്കുക? പ്രജിൻ, യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി കെ.സി. വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി എത്തും. അതോടൊപ്പം തന്നെ മറ്റും മുതിർന്ന നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുക. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. നമുക്കറിയാം, വരണാധികാരിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി 14 ദിവസത്തിനകം ഈ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. 2 മണ്ഡലത്തിൽ വിജയിച്ചവർ. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സമയപരിധി ഇനി നാളെയോടുകൂടി അവസാനിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കുമെന്നാണ്, രാത്രിയോട് തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റായ്ബറേലി നിലനിർത്തി വയനാട് ഉപേക്ഷിക്കുമെന്ന ഒരു സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നേരത്തെയും ചില കോൺഗ്രസ് നേതാക്കൾ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. കാരണം ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ ഒരു മുന്നേറ്റത്തിനും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിനും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം റായ്ബറേലിയിൽ വേണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. പ്രവർത്തക സമിതിയിലടക്കം അത്തരം ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഒരു പൊതുവികാരം രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കണമെന്നാണ്. പ്രത്യേകിച്ചും വയനാട് ഒരു ഷുവർ സീറ്റ് ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വയനാട് മണ്ഡലത്തിൽ വേണമെന്നില്ല. പക്ഷേ നമുക്കറിയാം, 2019 പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ ചേർത്തു പിടിച്ച മണ്ഡലം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായ ഒരു അടുപ്പം വയനാടുമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ താൻ വലിയ ആശയക്കുഴപ്പത്തിലും ധർമ്മസങ്കടത്തിലുമാണെന്ന് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശന വേളയിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയാകും സ്വീകരിക്കുക. ഇന്നത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്റെ നിലപാട് അറിയിക്കും. അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തും ഒരു പ്രഖ്യാപനം ഇന്ന് രാത്രിയോട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എന്ത് തീരുമാനം സ്വീകരിച്ചാലും ആരെയും വേദനിപ്പിക്കാതെ ഇതിലൊരു നിലപാടെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും തമിഴ്നാട്, കേരളത്തിലടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താകും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്നൊരു ആകാംക്ഷയിലാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി വയനാടാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്നാണ് KPCC അടക്കം പൊതുവികാരം. അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് അഥവാ വരുന്നില്ലെങ്കിൽ ഇനി ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലടക്കം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. റായ്ബറേലിയോ വയനാടോ രാഹുൽ ഗാന്ധി ഒഴിയും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്.